ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജൂൺ 11, 2026 വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ട്വീറ്റാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇറാൻ്റെ മുകളിൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുന്ന പുതിയ ഒരു ട്വീറ്റ് വളരെ സ്വാഗതാർഹമാണ്. പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന ലീഡർഷിപ്പുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിലും തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, US-ൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇറാന് മുകളിൽ നടത്താനിരുന്ന സ്ട്രൈക്ക് മാറ്റിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും എഗ്രിമെൻറ്റുകളിൽ പല കാര്യങ്ങളിലും ഫൈനലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇറാൻ മാത്രമല്ല, ഇറാൻ ഈ യുദ്ധത്തിൽ പങ്കാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല രാജ്യങ്ങളും ഈ ഒരു കാര്യങ്ങളിലേക്ക് അപ്രൂവൽ വന്നിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതുപോലെ തന്നെ ഇസ്രായേൽ, സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർഡാൻ, ഈജിപ്ത്, അതുപോലെ തന്നെ മറ്റ് അസോസിയേറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളും ഒക്കെ തന്നെ ഈ പല അഗ്രിമെൻറ്റുകളിലും യുദ്ധം നിർത്താൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു അവസാന തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നാവിക ഉപരോധം, ഹോർമൂസിൽ തുടരുന്ന നാവിക ഉപരോധം തുടരുക തന്നെ ചെയ്യും. അത് ഈ ഒരു പറയുന്ന ഡീറ്റെയിലുകളും കാര്യങ്ങളൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരുന്നത് വരെ അത് തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇത് സൈൻ ചെയ്യാനുള്ള ഒരു ഡേറ്റും ഈ സൈൻ ചെയ്യാനുള്ള സ്ഥലവും അടുത്ത് തന്നെ അനൗൺസ് ചെയ്യും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ട്വീറ്റ്. ഏതായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റുകളിലും ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് വരുന്നുണ്ട്. എണ്ണയുടെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലും കാര്യമായിട്ടുള്ള പോസിറ്റിവിറ്റി വന്നിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്വീറ്റ് ആയിരുന്നു പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന്. കൃത്യമായിട്ട് അതായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ രാവിലെ മുതൽ ഇറാനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു. ഇറാൻ വെറും സംഭാഷണം മാത്രമേ ഉള്ളൂ, ഇതിലേക്ക് വരുന്നില്ല, ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ട്വീറ്റ്. ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നത് ഇറാൻ എല്ലാ തരത്തിലും കഴിഞ്ഞിരിക്കുന്നു, തീർന്നിരിക്കുന്നു, അമേരിക്ക അത്രയും വലിയ ഒരു ബ്ലോക്കേഡാണ് തീർത്തിരിക്കുന്നതെന്നാണ് രണ്ടാമത്തെ ട്വീറ്റ്. വൈകുന്നേരത്തോട് പറഞ്ഞത് എല്ലാം കഴിഞ്ഞു, ഇനി ആക്രമണം എന്ന രീതിയിലേക്കാണ് ട്രംപിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരിക്കുന്ന ട്വീറ്റ് വളരെ സ്വാഗതാർഹമാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും വിപണിയെ സംബന്ധിച്ചിട്ടും ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മൊമെൻ്റാണ്. പല GCC രാജ്യങ്ങളും എയർ സ്പേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ തുറന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്.